ഇപ്പോഴും ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിക്കുന്നത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. മതത്തിന്റെ പേരിൽ ആക്രമണം ഉണ്ടാകുന്നതിന് മതമല്ല ഉത്തരവാദി, ഞാനൊഴിച്ച് മറ്റുള്ളവർക്ക് മാത്രം ബാധകമാണ് എന്ന മട്ടിൽ നമ്മൾ ഇതെല്ലാം കമിഴ്ത്തിവെച്ച പാത്രത്തിൽ ഒഴിക്കുന്ന വെള്ളം പോലെയാണ് എല്ലാം കേൾക്കുന്നത്. അതാണ് പ്രശ്നം. നമ്മുടെ മസ്തകത്തിൽ പുസ്തകം ചേർന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. ആ മനസ്സാകുന്ന പാത്രം മലർത്തി വെക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പ്രകൃതിയുടെ നിയമം വലിയത് ചെറുതിനെ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മുടെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും ചേരുമ്പോഴും ഒരു ക്രമമുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമണം ഉണ്ടാകുന്നത് രാഷ്ട്രീയമല്ല ഉത്തരവാദി. നല്ല ബുദ്ധി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാ? ഏറ്റവും വലിയ ബുദ്ധി ഉപയോഗിച്ചത് ആറ്റം ബോംബ് ഉണ്ടാക്കാനാ. ഭഗവാന്റെ കഥകൾ കൂടുതൽ ഹൃദിസ്ഥമാക്കി നമ്മുടെ ഭക്തിയെ പരിപോഷിപ്പിച്ച് കൂടുതൽ ആഴത്തിലുള്ള ഭക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടു പോകാൻ മാത്രമായിട്ടല്ല ഈ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നതെന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. നമ്മുടെ പുരാണ കഥകൾ, ആ പുരാണ കഥകളിലും ഇതിഹാസ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കാലത്തോടും ദേശത്തോടും എൻ്റെ വ്യക്തിത്വത്തോടും ചേർത്ത് വെച്ച് അതിനെ ഒരച്ച് കത്തിച്ച് പുതിയൊരു വെളിച്ചമുണ്ടാക്കി ആ വെളിച്ചത്തിൽ ഭക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമേ ഈ യജ്ഞങ്ങൾ കൊണ്ട് നമ്മുടെ നാടിനും നമ്മളുടെ ഉള്ളിനും എന്തെങ്കിലും നേട്ടമുണ്ടാകും. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കുക. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാത് കാലഘട്ടത്തോടും കാലത്തോടും ദേശത്തോടും ചേർത്തു വെച്ച് വായിക്കണം. ആ കാലവും ദേശവും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ അതിനോടും ചേർത്ത് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്തിട്ട് ഇതെല്ലാ പാരായണവും കേട്ട നിങ്ങൾക്ക് ഈ വർഷം കേൾക്കുമ്പോൾ കഴിഞ്ഞ വർഷം കേട്ടതുപോലെ തന്നെയാണ് ബോധ്യപ്പെട്ടതെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ഒരു വർഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരു വർഷം നിങ്ങൾ കാലത്തിനും ദേശത്തിനും ഒരു സംഭാവനയും അങ്ങോട്ടും കൊടുത്തിട്ടില്ല, അതിൽ നിന്നൊരു സംഭാവന ഇങ്ങോട്ടും എടുത്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ വർഷം കേട്ട കഥ തന്നെ ഇക്കൊല്ലവും കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഓരോ വർഷം വായിക്കുമ്പോഴും ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ കഥയായിട്ട് പുതിയ അറിവുകളിലേക്ക് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് അതിനെ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്. ഇതിഹാസ കൃതികളുടെ പ്രത്യേകത, രാമരാവണ യുദ്ധത്തിൽ രാവണ സൈന്യത്തോട് രാമൻ ഒറ്റക്ക് നിന്ന് പൊരുതുന്ന അവസരത്തിൽ ഓരോ രാക്ഷസനും തോന്നിയിരുന്നു ഇതെന്നോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. രാമൻ എന്നോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അത്തരത്തിൽ എല്ലാ രാക്ഷസന്മാരോടും ഒരാൾ തന്നെ പലതായി മാറി യുദ്ധം ചെയ്യുന്ന ഒരു കരുത്തിനെ പറ്റിയിട്ട് രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള മനഃശാസ്ത്രപരവും ജീവിതപരവുമായിരിക്കുന്ന പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നണം ഇത് എന്നോട് മാത്രം പറയാനാണെന്ന്, ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് യജ്ഞാചാര്യൻ പറയുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെടണം. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം, നമ്മൾ എന്തു പറഞ്ഞാലും അത് ഞാനൊഴിച്ച് മറ്റുള്ളവർക്ക് മാത്രം ബാധകമാണ് എന്ന മട്ടിൽ നമ്മൾ ഇതെല്ലാം കമിഴ്ത്തിവെച്ച പാത്രത്തിൽ ഒഴിക്കുന്ന വെള്ളം പോലെയാണ് എല്ലാം കേൾക്കുന്നത്. അതാണ് പ്രശ്നം. കമിഴ്ത്തിവെച്ച പാത്രത്തിൽ 1000 പാത്രം വെള്ളം ഒഴിച്ചാലും ഒരു തുള്ളി പോലും ശേഷിക്കുകയില്ല. എന്നാൽ മലർത്തിവെച്ച പാത്രത്തിൽ ഒഴിച്ച അല്പം വെള്ളമായാലും അത് നമുക്ക് ഉപകാരപ്രദമാകും. അതുകൊണ്ട് മലർത്തിവെക്കേണ്ടത് നമ്മുടെ ഇതിഹാസ പുസ്തകമല്ല, മലർത്തിവെക്കേണ്ടത് നമ്മുടെ ഹൃദയ പുസ്തകമാണ്, നമ്മുടെ മനോപുസ്തകമാണ്. നമ്മുടെ മസ്തകത്തിൽ പുസ്തകം ചേർന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. മനുഷ്യന്റെ മസ്തകത്തേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ് ആനയുടെ മസ്തകം.
പക്ഷെ ആനയുടെ മസ്തകത്തോട് പുസ്തകം ചേരാത്തത് കൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലോ, വായിച്ചില്ലെങ്കിലും ആനയും വളർന്നു, വായിച്ച പാപ്പാനും വളർന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലേക്കും വളരും. പക്ഷേ പാപ്പാൻ മാതംഗശാസ്ത്രം എന്ന പുസ്തകം വായിച്ചത് കൊണ്ട് ഈ ആനയെ വളയാൻ, ആനയെ മെതിക്കാൻ, ആനയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന വിളഞ്ഞ പുള്ളിയായി. പാപ്പാൻ വിളഞ്ഞ പുള്ളിയായി. എന്നാൽ ആന ഈ പാപ്പാൻ പറയുമ്പോൾ മുമ്പിൽ വളയുന്ന ആളായി. വളയും. അപ്പൊ വായിച്ചില്ലേ വളയും, വായിച്ചാൽ വിളയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? വിഷയം നമ്മൾ ഇതൊക്കെ കേന്ദ്രീകരിക്കുന്നത് മനസ്സിലേക്കാണ്. ആ മനസ്സാകുന്ന പാത്രം മലർത്തി വെക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഈ ലോകം വളർന്നത് നമ്മുടെ മനസ്സാകുന്ന പാത്രം മലർത്തി വെച്ചപ്പോഴാണ്. മനുഷ്യൻ മനുഷ്യനാകുന്നതിന് മുമ്പ് മൃഗാദി ജന്തുക്കളിൽ ഒന്നായിട്ട് നടന്നിരുന്ന കാലം. ആ കാലത്ത് അവന് വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണം അന്വേഷിച്ചിരുന്നു. അവന് കാമമുണ്ടായിരുന്നു, ഇണയെ അന്വേഷിച്ചിരുന്നു. അവൻ ഉറക്കം വന്നിരുന്നു, അവൻ ഉറങ്ങാൻ ഇടം അന്വേഷിച്ചിരുന്നു. അവന് വിസർജിക്കാൻ തോന്നിയിരുന്നു, വിസർജിച്ചിരുന്നു. ഈ പ്രക്രിയകളെല്ലാം അവൻ തോന്നുന്നത് അവന്റെ മനസ്സിൽ ചിന്തകൾ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ ആ ചിന്തകളെ ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണിയുണ്ടാക്കണം, വിസർജിക്കണം എന്ന ചിന്തകളെ മാറ്റിയിട്ട് അതിനപ്പുറത്തേക്ക് ശരീരത്തിന്റെ ചോദനകളിൽ നിന്ന് മാറിയിട്ട് ആ ശരീരത്തിലേക്ക് കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു പാത്രമായിരുന്ന അവന്റെ മനസ്സിനെ ഈ പ്രപഞ്ചത്തിലേക്ക് മലർത്തി വെക്കാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. മൃഗങ്ങളുടെ മനസ്സ്, മൃഗങ്ങൾക്കെല്ലാം മനസ്സുണ്ട്, അവർക്കെല്ലാം ബുദ്ധിയുണ്ട്. ഇപ്പോ ഒരു റോഡിലൂടെ ഒരു ബൈക്ക് പോകുമ്പോ ഒരു പട്ടി, റോഡിൽ കിടന്ന പട്ടിക്ക് ബൈക്ക് പോകാൻ സ്ഥലമുണ്ടെങ്കിൽ കിടന്നിറക്കെന്ന് എഴുന്നേക്കൂല. എന്നാൽ ഒരു ലോറിയാണ് വന്നതെങ്കിൽ ആ പട്ടി എഴുന്നേറ്റ് മാറിക്കൊടുക്കും. അപ്പൊ അതിന്റെ അർത്ഥം ബൈക്കിന്റെ വീതി എത്രയാന്നും ലോറിന്റെ വീതി എത്രയാന്നും പട്ടിക്ക് അറിയാന്നല്ലേ? അപ്പൊ കണക്കറിയാലോ പട്ടിക്ക്. ബൈക്കിന്റെ വീതി അത്രയേ വേണ്ടു അതിനറിയാം. ലോറിക്ക് കുറച്ചുകൂടി വീതി വേണം, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് കൊടുക്കണമെന്ന് അതിനറിയാമല്ലോ. അപ്പൊ അതിന് മനസ്സുണ്ടല്ലോ. പക്ഷിമൃഗാദികൾക്കെല്ലാം മനസ്സുണ്ട്. പക്ഷെ ഈ മനസ്സെല്ലാം കമിഴ്ത്തി വെച്ചിരിക്കുന്നത് ശരീരത്തിലേക്കാണ്. ശരീരമാണ് ഗുരു. ഈ ഗുരുത്വം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇല്ലേ? ഗുരുത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥനെ പാദം തൊട്ട് നമസ്കരിക്കലും അദ്ദേഹത്തെ കാണുമ്പം മാടിക്കെട്ടയച്ചിടലും അഥവാ ബഹുമാനിക്കാൻ ഒന്നും പറ്റുന്നില്ല മുണ്ടയച്ചിടലുമാണ് ഗുരുത്വം എന്ന് വിചാരിച്ചു പോവാ പലരും. അല്ല, ഗുരുത്വം എന്ന വാക്ക് ചെറിയ കാര്യമല്ല. ഗുരു എന്ന വാക്കിന് സംസ്കൃതത്തിൽ അർത്ഥം ഗും രുഗ്യതേ ഇതി ഗുരു എന്നാണ്. ഗും എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്നാണ് അർത്ഥം. അന്ധകാരം പ്രവേശിക്കുന്നത് തടഞ്ഞു നിർത്തുന്ന പട്ടാളക്കാരനാണ് ഗുരു. എന്താണ് അന്ധകാരം? മൃഗതൃഷ്ണ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യ ശരീരത്തിലെല്ലാം ഒരു തൃഷ്ണയുണ്ട്. ആ തൃഷ്ണയാണ് കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ആ തൃഷ്ണകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ശത്രു. വലിയ പണം ചെലവാക്കി ശത്രു സംഹാര പൂജ നടത്തി ഒരാൾ. ശത്രു സംഹാര പൂജ നടത്തിയിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും ആ പൂജേന്റെ റെസീറ്റ് മുറിച്ച ആ വഴിപാടുകാരനോടും പൂജ നടത്തിയ പൂജാരിയോടും വന്ന് ചോദിച്ചു, ഞാൻ ഈ പൂജ നടത്തിയിട്ട് ഞാൻ ഉദ്ദേശിച്ച ആൾ ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നുണ്ടല്ലോ. അയാളെ ഉദ്ദേശിച്ചിട്ട് അപ്പോ പൂജാരി പറഞ്ഞു, അപ്പൊ നീ ദൈവത്തിന് കൊട്ടേഷൻ കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുക, എന്റെ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തതാണ് വഴിപാട് എന്നാ ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. മമ ശത്രു വിനാശായാം സന്ധ്യാദീപം ഭജാമ്യഹം എന്ന് കേട്ടിട്ടില്ലേ? എവിടെയാ ശത്രു? ഈ ഭൂമിയിൽ മനുഷ്യൻ ഒരിടത്തും ഒരു ശത്രുവുമില്ല. അവന്റെ ശത്രു അവന്റെ ഉള്ളിലാണ്. ഇസ്രായേൽ ഇപ്പൊ ഹമാസിലേക്ക് ബോംബിടുന്നത്, അവിടെ കലാപം നടക്കുന്നത്, ആ ശത്രു ആരാ? നെത്യാഹു എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള കോപമാണ് ശത്രു, വിദ്വേഷമാണ് ശത്രു, വെറുപ്പാണ് ശത്രു.
ആ ശത്രുവിനെ സംഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൊച്ചുകുട്ടികളെ പോലും കൊന്നു തള്ളുന്നത്. ഉള്ളിലുള്ള ശത്രുവിനെ സംഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ ഉള്ളിലുള്ള ശത്രുവാണ് ഇരുട്ടെന്ന് പറയുന്നത്. ആ ഇരുട്ട് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്തു കളയാൻ ഒരു സൂത്രമുണ്ട്. ആ പുറത്തു കളയാനുള്ള സൂത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും എന്തിനാണെന്ന് ഓർമ്മയില്ല. നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഓർമ്മയില്ല. തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിട്ട് അവിടെ എത്തിയിരിക്കുന്ന ഒരാള് തിരുവനന്തപുരത്ത് എത്തിയപ്പോ ആലോചിക്കുക, ഞാൻ എന്തിനാ തിരുവനന്തപുരത്ത് വന്നെന്ന് ഓർമ്മയില്ല, പിന്നെ എന്തിനാ തിരുവനന്തപുരത്ത് പോന്ന്. അതുപോലെയാണ് നിങ്ങൾ ഇരുട്ടിനെ പുറത്തു കളയാനുള്ള സൂത്രം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എന്തിനാണെന്നറിയില്ല. രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വയപൂട്ടുന്നു. രാമ 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 എന്ന് ജപിക്കാറില്ലേ? എല്ലാരും ജപിക്കാറുണ്ട്, പക്ഷെ തിരുവനന്തപുരത്ത് പോകാറുണ്ട്. എന്തിനാ തിരുവനന്തപുരത്ത് പോയെന്നറിയില്ല. രാമരാമാന്ന് ജപിക്കാറുണ്ട്. എന്തിനാ ഇത് ജപിക്കുന്ന? എന്റെ ഉള്ളിലുള്ള അന്ധകാരത്തെ പുറത്തേക്ക് കളയാനും പുറത്തുപോയ അന്ധകാരം വീണ്ടും ഉള്ളിൽ കയറാതിരിക്കാനുമാണ്. ശബരിമലക്ക് പോകാനായിട്ട് ഇപ്പൊ ഉടുപ്പ് മാറുന്ന ഒരുപാട് ആളുണ്ട്. ആദ്യം ആരിൽ നിന്നാ ഗുരു സ്ഥാനത്തെ ബഹുമാനിക്കണല്ലോ. ശബരിമലയിലെ സ്വാമി അയ്യപ്പ സിനിമയിലെ അതിമനോഹരമായ ഒരു ഗാനത്തിലെ ഫസ്റ്റ് ചരണം തുടങ്ങുന്ന എങ്ങനെയാ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടി കെട്ടുകളും താങ്ങി അല്ലേ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തി തന്ന ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി. ആ ഗുരു ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവനാണ് ഗുരു. അതാണ് മാ. ആ ഗുരു ശരീരമാകുമ്പോ നമ്മൾ മൃഗമായി, മനസ്സാകുമ്പോൾ നമ്മൾ മനുഷ്യരായി. ഗുരു ലഘു എന്ന് പണ്ട് സ്കൂൾ പഠിച്ചവർക്കറിയാം. വൃത്തം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഗുരു ലഘു, ദീർഘാക്ഷരം ഗുരുവതാം ഹ്രസ്വാക്ഷരം ലഘുവായിടും എന്ന് പഠിപ്പിക്കും. കാ എന്ന് എഴുതുമ്പോ ഗുരു വരയാ മേലെ അതിന്റെ ചിഹ്നം. ക എന്ന് മാത്രമാണെങ്കിൽ ലഘുവാ, ചന്ദ്രക്കലയാ ചിഹ്നം. ഇപ്പൊ വൃത്തമൊന്നും ഇല്ലല്ലോ. അപ്പോ ഈ ഗുരുവും ലഘുവും പണ്ട് പഠിപ്പിക്കും. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. പ്രകൃതിയുടെ നിയമം വലിയത് ചെറുതിനെ നിയന്ത്രിക്കുക എന്നതാണ്. വലുത് ചെറുതിനെ നിയന്ത്രിക്കുക. നമ്മളൊരു ചെറിയ കുട്ടി, ആ കുട്ടിയെയും കൊണ്ട് ഈ ഉത്സവ സ്ഥലത്തേക്ക് വരുമ്പോ കുട്ടി റോഡിലേക്ക് ഓടുക. ഇപ്പൊ വലിയ ആളുകള് ഓടിക്കോട്ടെ, എന്തോ ചെയ്തോട്ടെ എന്നല്ലല്ലോ, ഇങ്ങോട്ട് വാ നിയന്ത്രിക്കുമല്ലോ. നിയന്ത്രിച്ചിട്ടും ഈ കുട്ടി അതനുസരിക്കാതെ റോഡിലേക്ക് പോയാൽ ഉടനെ പറയും എന്താ? കുരുത്തക്കേട് എന്ന് പറയും. കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു ലഘുവിനെ പിടിച്ചു വലിക്കുമ്പോ ആ ഗുരുവിനെ അംഗീകരിക്കാതിരിക്കുന്നത് ഗുരുത്വക്കേട്. അതാണ് കുരുത്തക്കേടായത്. മനസ്സിലായോ? ഗുരുത്വക്കേടാണത്. ഭൂമി വലിയതാണ്, ആപ്പിള് ചെറുതാണ്. ആ ചെറിയ ആപ്പിളിനെ ഭൂമി വലിയ ആപ്പിള് പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണ് താഴോട്ട് വന്നതും ഐസക് ന്യൂട്ടന്റെ തലയിൽ കൊണ്ടതും. ഐസക് ന്യൂട്ടൻ ആപ്പിളിനോട് ചോദിച്ചു, നീ എന്താ എന്നോട് ഇത്ര വിരോധം എന്റെ തലയിൽ വീണത്? അപ്പൊ ആപ്പിള് പറഞ്ഞു, എനിക്കൊരു വിരോധമില്ല, എന്റെ മരവുമായിട്ടുള്ള ബന്ധം അറ്റപ്പോ താഴെ നിന്നാരോ പിടിച്ചു വലിച്ചു, ഞാൻ വലിച്ച വഴിയിലേ പോയി. പോയ വഴിയിൽ നിങ്ങൾ ഇരുന്ന കൊണ്ട് നിങ്ങളുടെ തലയിൽ വീണു, അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് നിങ്ങളോട് വിരോധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ഭൂമിയോട് ചോദിച്ചു, അതാരാടാ പിടിച്ചു വലിച്ചത്? അപ്പൊ ഭൂമി പറഞ്ഞു, ഞാൻ പിടിച്ചു വലിച്ചതാ. എല്ലാ ഗുരുവും ലഘുവിനെ പിടിച്ചു വലിക്കും. സൂര്യൻ ഗുരുവായതുകൊണ്ട് ഭൂമിയെയും ഗ്രഹങ്ങളെയും പിടിച്ചു വലിക്കുന്നു. ഭൂമി ഗുരുവായതുകൊണ്ട് ചന്ദ്രനെ, ഉപഗ്രഹത്തെ പിടിച്ചു വലിക്കുന്നു. അതുകൊണ്ടായിനിങ്ങനെ ചുറ്റുന്ന. അതുപോലെ ആപ്പിള് ചെറുതായതുകൊണ്ട് ഭൂമി പിടിച്ചു വലിച്ചു. അപ്പൊ വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും. അതാണ് ഭൂമിയുടെ ഗുരുത്വം. അതാ ഭൂഗുരുത്വം പിടികിട്ടിയ. അങ്ങനെയാണ് ഈ ഭൂഗുരുത്വ ബലം കണ്ടെത്തിയത്. വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും. ഈ ഭാഗവത സപ്താഹം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങൾ ഒരു നിലപാടിൽ എത്തിച്ചേരണം.
ഈ നിലപാട് എൻ്റെ ശരീരമാണോ ഗുരു, എൻ്റെ മനസ്സാണോ ഗുരു എന്നായിരിക്കണം. പ്രകാശത്തിലേക്ക് പോകുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഭ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. പ്രകാശത്തിലേക്ക് ഗമിക്കാൻ കൊണ്ടുപോകുന്നവനാണ് ഭഗവാൻ. പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ കീർത്തനമാണ് ഭാഗവതം. ആ പ്രകാശത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുമ്പോൾ ശരീരത്തിന് അന്വേഷിക്കാൻ പറ്റിയ, കണ്ണുകൾക്ക് കാണാൻ പറ്റിയ പ്രകാശത്തിനപ്പുറത്തൊരു പ്രകാശമാണ്. കണ്ണുകൾക്ക് കാണാൻ പറ്റിയ പ്രകാശമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ സത്യത്തിന്റെ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ അന്വേഷിച്ചിട്ടാണ് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇപ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. ആരണ്യാന്തരങ്ങളിൽ, കാടുകൾക്കകത്ത്, ഗഹ്വരോദരങ്ങളിൽ, ഗുഹിക്കകത്ത്, സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശം, സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരാണോ അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെയും സർഗാത്മകതയുടെയും സാരമെന്തെന്ന് തേടി അലഞ്ഞത്, അവരുടെ ചൈതന്യമാണ് എൻ്റെ ചൈതന്യമെന്ന സർഗസംഗീതത്തിലെ ആദ്യത്തെ ശ്ലോകം വയലാർ എഴുതിയത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയും പരിണമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ആ പ്രപഞ്ചത്തിന്റെ വികാസത്തിനനുസരിച്ച് എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും വികസിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിനനുസരിച്ച് ഞാനും മാറുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പ്രകാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാവില്ല. ഈ ലോകം നിരന്തരം വികസിക്കുക. ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നു, വന്ദനം സനാതനാനുക്രമ വികാസ പ്രപഞ്ചമേ. വന്ദനം ഹേ പ്രപഞ്ചമേ. എങ്ങനെയുള്ള പ്രപഞ്ചം? സനാതനാനുക്രമ വികാസ പ്രപഞ്ചം. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാലത്തേക്കും. നേർ വിപരീതം അധുനാതനം. ഇപ്പൊ മുമ്പിലുള്ളത് മാത്രമാണ് അധുനാതനം. സനാതനം എല്ലാ കാലത്തേക്കും. സനാതനാനുക്രമം, ക്രമമനുസരിച്ചിട്ട് വികസിക്കുന്ന പ്രപഞ്ചമേ. ക്രമം അനുസരിക്കാതെ വികസിച്ചാൽ ആ വികാസം തടസ്സപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ നോക്കൂ. നമ്മുടെ കുടുംബങ്ങൾ തരംഗരൂപത്തിലാണ് നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക സാംസ്കാരിക സ്ഥിതി ഉണ്ടാവുന്നത്. പഴയ ജമ്മിമാരുടെ കാലത്ത് അവരായിരുന്നു വലിയ തമ്പുരാക്കന്മാർ. അന്നത്തെ കുടിയാന്മാര് താണിട്ടും ജമ്മിമാർ ഉയർന്നിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പൊ നോക്ക്, അന്നത്തെ കുടിയാന്മാരായവരെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് വലിയ മാളിക നിൽക്കുമ്പോ അന്നത്തെ ജമ്മിമാർ താണു. കുറച്ച് കഴിയുമ്പോ താണവരും ഉയർന്നിട്ടുണ്ടാവും, ഉയർന്നവർ താണിട്ടുണ്ടാവും. അല്ലേ? ഞങ്ങളൊക്കെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് വലിയ പൈസക്കാരാണ്, വലിയ സുന്ദരന്മാരും സുന്ദരികളുമായ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തവരാണെന്നെല്ലാം വിചാരിച്ച കുറെ ആളുണ്ടായിരുന്നു ക്ലാസ്. വലിയ ആളുകളാണ്. ഇപ്പൊ ഞങ്ങള് അന്വേഷിച്ച് നോക്കുമ്പോ അവരൊന്നും ഒന്നുമല്ല എന്ന് ആരും മൈൻഡ് ചെയ്യാത്ത, മൂക്കുന്നൊലിപ്പിച്ച് നടക്കുന്ന പുകയിൽ തണ്ട് പോലത്തെ പിള്ളേരെല്ലാം ഇപ്പൊ നല്ല യോഗ്യതയിൽ നല്ല സ്റ്റൈലില് ഉയർന്നു നിൽക്കുന്നതും കാണാം. അല്ലേ? അത് താണിട്ടും ഉയർന്നിട്ടും ഈ ത്രാസ് താഴുന്നതും പൊങ്ങുന്നതും ആരറിയൂ? നിയതിതൻ തീരുമാനം. അതാണ്. താഴുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അത് ക്രമമല്ലാതിരിക്കുമ്പോ അതിനാണ് അക്രമം എന്ന് പറയാ. ശരീരവും മനസ്സും ചേരുമ്പോഴും, നമ്മുടെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും ചേരുമ്പോഴും ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റുമ്പോൾ അതിനാണ് അതിക്രമമെന്നും അക്രമം എന്നും പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആക്രമണങ്ങളെല്ലാം കാരണമാകുന്നത്, രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമണം ഉണ്ടാകുന്നത് രാഷ്ട്രീയമല്ല ഉത്തരവാദി,
മതത്തിന്റെ പേരിൽ ആക്രമണം ഉണ്ടാകുന്നതിന് മതമല്ല ഉത്തരവാദി. കുടുംബത്തിന്റെ പേരിൽ ആക്രമണം ഉണ്ടാകുന്നതിന് കുടുംബമല്ല ഉത്തരവാദി. ഈ രാഷ്ട്രീയത്തെ ഏറ്റെടുത്തിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ക്രമം തെറ്റാണ്. ഇതെന്തിനാണെന്ന് അറിയില്ല. അത് ക്രമമായിട്ട് വികസിക്കാതെ പെട്ടെന്നുണ്ടാകുന്ന ചൂടാവലുണ്ടാവുന്നു. മതം എന്താണെന്ന് അറിയില്ല. മതം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, റിലിജിയൻ എന്നാണ് അതിന് പറയുക. റിലിജിയൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ്? മനുഷ്യർ ബുദ്ധി കിട്ടി, പക്ഷേ മത്സര്യ ബുദ്ധിയോടുകൂടി മൃഗങ്ങളെ പോലെ. മൃഗങ്ങൾക്ക് മത്സര്യ ബുദ്ധി ഉണ്ടെങ്കിലും സൂത്രപ്പണിയില്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവർക്ക് സൂത്രങ്ങളിലൂടെ, ആയുധങ്ങളിലൂടെ മറ്റൊരാളെ അടച്ചാക്ഷേപിച്ചിട്ടും പറ്റിച്ചിട്ടും നേട്ടമുണ്ടാക്കാൻ അറിയില്ല. മനുഷ്യൻ ബുദ്ധി കിട്ടിയപ്പോ അവൻ ആദ്യം തന്നെ പലപ്പോഴും ഉപയോഗിച്ചത് മറ്റുള്ളവരെ പരാജയപ്പെടുത്താനുള്ള സൂത്രങ്ങളാണ്. ആ സൂത്രങ്ങൾ അന്വേഷിച്ചിട്ടാണ് അവൻ കത്തി കണ്ടുപിടിച്ച് കുത്തി കൊല്ലാൻ തുടങ്ങിയത്. അവൻ ബോംബ് കണ്ടുപിടിച്ചിട്ട് എറിഞ്ഞു കൊല്ലാൻ തുടങ്ങിയത്. ലോകത്തിലുള്ള മനുഷ്യന്റെ നല്ല ബുദ്ധി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാ? മനുഷ്യന്റെ ഏറ്റവും വലിയ ഇന്റലിജൻസ് കോഷ്യന്റ് ഈ ഭൂമിയിൽ ഉപയോഗിക്കുന്നത് ലോകത്തെ മനുഷ്യർക്ക് നന്മ വരാനാണോ തിന്മയുണ്ടാവാനാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ ബുദ്ധി ഉപയോഗിച്ചത് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണ്. E=mc² എന്ന ഐൻസ്റ്റീൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ ഐക്യം ഉണ്ടായ മനുഷ്യൻ. അദ്ദേഹം കണ്ടെത്തിയ സൂത്രമാണ് E=mc². ദ്രവ്യത്തെ ഊർജമാക്കി മാറ്റാനുള്ള സൂത്രപ്പണിയാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ആ ദ്രവ്യമായിരിക്കുന്ന പിച്ച് ബ്ലൻഡ് അയിരിൽ നിന്ന് യുറേനിയം എന്ന ഘടകത്തെ ഉണ്ടാക്കുകയും യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് റേഡിയം എന്ന ഘടകത്തെ ഉണ്ടാക്കുകയും റേഡിയത്തെ പിന്നെയും വിഘടിച്ച് അതിന്റെ മർമ്മങ്ങളെ വിഭജിച്ച് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടാക്കുകയും ആ പ്രോട്ടോണുകളെ പിന്നെയും വിഭജിച്ചിട്ട് വമ്പിച്ച വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സത്യം കണ്ടെത്തിയിട്ട് മനുഷ്യൻ നാഗസാക്കിയിലും പിന്നെ ഇവിടെ ഹിരോഷിമയിലും ബോംബിടുകയും ചെയ്തു. ഇപ്പോഴും ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിക്കുന്നത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ അടക്കം ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അതിന്റെ ബജറ്റിൽ വിഹിതം നീക്കി വെക്കുന്നത് രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിക്കാനല്ല, മുഴുവൻ ആളുകൾക്കും ഭക്ഷണം എത്തിക്കാനല്ല. 40% ഫണ്ടും നീക്കി വെച്ചിരിക്കുന്നത് പട്ടാളത്തിന് വേണ്ടിയിട്ടാണ്. പട്ടാളം എന്തിനാണ്? കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആരെ കൊല്ലാനാണ്? അപ്പുറത്തുള്ള മനുഷ്യൻ. ആരാ അപ്പുറത്ത്? ഈ അപ്പുറം ഇപ്പുറം ആക്കിയത് ആരാണ് ഈ അപ്പുറം ഇപ്പുറം ആക്കിയത്? പ്രകൃതിയോ ദൈവവും പറഞ്ഞോ ഇതിന്റെ അപ്പുറം പാകിസ്ഥാന്, ഇപ്പുറം ഇന്ത്യയാണ്, അതിന്റെ അപ്പുറം ബർമയാണ്, ഇതിന്റെ ഇപ്പുറം ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ ഭൂമി മുഴുവൻ വസുധ ഏക കുടുംബകമാണല്ലോ. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ കുടുംബത്തിൽപ്പെട്ടവരാണെന്നാണല്ലോ നമ്മുടെ ഭാരത തത്വശാസ്ത്രം പറഞ്ഞത്. ഞാനും നീയും രണ്ടല്ലെന്നല്ലേ പറഞ്ഞത്? ഞാനും നീയും രണ്ടല്ലല്ലോ, ഒന്നാണല്ലോ. അഹം ബ്രഹ്മാസ്മിയാണല്ലോ, തത്വമസിയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടില്ലേ, ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18ാം പടി കേറി ഭഗവാനെ തൊഴുമ്പോ. അവിടെ എന്താ എഴുതി വെച്ച? അവിടെ എഴുതി വെച്ചത് തത്വമസീന. ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസീന. തത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഏത്? നീ അന്വേഷിച്ച് വന്നത്. ത്വം എന്ന് പറഞ്ഞാൽ നീയാണ്. അസി ആകുന്നു, അത് നീയാകുന്നു. നീ ആ വഴിയിലേക്ക് പോയിട്ടൊന്ന് ഉടുപ്പ് മാറിയാൽ, ഒരു മാല ഇട്ടാൽ, ഒരു മുദ്ര ധരിച്ചാൽ നീ എന്തായി? നീ സ്വാമിയായി. പിന്നെ അവരെ വിളിക്കുക സ്വാമി എന്നാണ്, അയ്യപ്പ എന്നാണ്. നമ്മളെല്ലാം സ്വാമിയാകും, നമ്മളെല്ലാം അയ്യപ്പനാകും, നമ്മളെല്ലാം തദാത്മാനം സൃജാമ്യഭാവമാകും. നമ്മുടെ ആത്മശക്തി ദൈവശക്തിയായി ഉയർന്നു വരും. എത്രയെത്ര ദൈവശക്തികളെ നമ്മൾ കണ്ടിരിക്കുന്നു. കൊറോണ കാലത്ത് എത്രയെത്ര മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കാൻ, എത്രയെത്ര ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ, എത്രയെത്ര ശവങ്ങൾ സംസ്കരിക്കാൻ ആത്മശക്തി അവതരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ദൈവാംശങ്ങൾ തന്നെയാണ്. നമ്മൾ ദൈവമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ യാത്ര, നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമായി നിൽക്കുന്ന അസത്തിൽ നിന്ന് ദൈവമാകുന്ന സത്തിലേക്കുള്ള യാത്രയാണ്. അതാണ് അസതോമാ സദ്ഗമയ. ആ സത്താണ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്.
ഈ പ്രപഞ്ചത്തിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, നമ്മളെയെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു സത്ത്, ആ സത്തിനെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ മൃഗമല്ലാതായി മാറിയത്. പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമാത്മാവും എന്നിലിരിക്കുന്ന ഈ ജീവാത്മാവും, ഈ ജീവനും പരമാത്മാവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഞാനിത് സ്വന്തമായിട്ട് എഴുതുന്നു വാങ്ങിക്കൊണ്ടൊന്നല്ല. എന്റെ ജീവാത്മാവ് എന്റെ അമ്മയിൽ നിന്ന് വന്നതാണ്. എന്റെ അമ്മയുടെ ജീവാത്മാവ് നാരായണി അമ്മയിൽ നിന്ന് വന്നതാണ്. അവരുടെ ആത്മാവ് അമ്മാളു അമ്മയിൽ നിന്ന് വന്നതാണ്. അവരുടെ ആത്മാവ് അവരുടെ അമ്മയിൽ നിന്ന് വന്നതാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തിലുണ്ടായ ഓരോ ജീവഗണത്തിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ഒരു മാസ്മരിക ലോകമുണ്ട്. ഓരോ ജീവഗണത്തിലും ഒരു മാസ്മരിക ലോകമുണ്ട്. ആ മാസ്മരിക ലോകത്തിൽ ഒരു നാനോ ടെക്നോളജിയിൽ, ഒരു മൈക്രോയിൽ ഒരു മാക്രോയിനെ കാണിക്കാൻ ശ്രീബുദ്ധൻ എത്ര പറഞ്ഞു കൊടുത്തിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ശിഷ്യനോട് പറഞ്ഞത് ഒരു ആലിന്റെ കുരു എടുത്തുകൊണ്ട് വരാൻ. വളരെ ചെറിയതാണ് ആലിന്റെ കുരു. ആ ആലിന്റെ കുരു വിഘടിക്കാൻ പറഞ്ഞു. വിഘടിച്ചു. അതിനൊക്കെ താൽമരം ഉണ്ടോ? ഇല്ല. എന്നാൽ ആ ആൽമരം നട്ടു നോക്കൂ. നട്ടാൽ മുളച്ചു വരും. മുളച്ചാൽ അതൊരു ആൽമരമാവുന്നില്ലേ? ഉണ്ട്. അപ്പോ ഓരോ ജീവഗണത്തിലും ഒരു മാസ്മരിക ലോകമില്ലേ? ഉണ്ട്. ആ മാസ്മരിക ലോകം നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നേ. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ എനിക്ക് തിന്നാനുള്ള വിഭവമാണോ, എനിക്ക് പണമുണ്ടാക്കാനുള്ള വിഭവമാണോ എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ മൃഗമാകും. ഒരു മനുഷ്യനെ കണ്ടാൽ ഉടൻ തന്നെ ആ മനുഷ്യനെ കണ്ടാൽ നമുക്കെന്താ? ആ മനുഷ്യന്റെ അകത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടോ? എന്റെ പോസിറ്റീവ് എനർജിയും ആ പോസിറ്റീവ് എനർജിയും തമ്മിൽ കണക്ഷൻ ആവുന്നുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഊസാക കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അതാ ചോദ്യം. ഊസാക അറിയാമോ? LCM 9ന്റെയും 12ന്റെയും ഊസാക അറിയാമോ? 9നെ 3 കൊണ്ട് ഹരിച്ചാലും 12നെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടമില്ല. അതുകൊണ്ട് 9ന്റെയും 12ന്റെയും ഊസാക 3 ആണ്. നമ്മളെല്ലാം പൊരുത്തപ്പെടുന്ന ഒരു ഊസാകയുണ്ട്. ആ ഊസാക കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാ തമ്മിലടിക്കുന്ന, തമ്മിൽ വെറുക്കുന്ന. നമ്മുടെ വീടുകളെല്ലാം നെഗറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാവുന്നു. നിങ്ങളുടെ മനസ്സിൽ എത്ര നെഗറ്റീവ് ഊർജമുണ്ടോ, നിങ്ങൾ എത്ര ഭാഗവതം കേട്ടാലും ഈ നെഗറ്റീവിനോട് എത്ര പോസിറ്റീവ് കുടിച്ചാലും ഫലം നെഗറ്റീവേ ആവും. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എത്ര നല്ല വാക്കുകൾ കേട്ടാലും അതെല്ലാം അവസാന നെഗറ്റീവിൽ ചെന്ന് ചേരും. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ എന്താ മാർഗം? കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ 3300 രൂപ കൊടുത്താൽ ഒരു സ്കാനിങ് ഉണ്ട്. ന്യൂറോ സർജനെ കാണിച്ചിട്ട് തലയിലെല്ലാം ഇതെല്ലാം കുത്തി ഹാർട്ടിന്റെ ഈ ECG എടുക്കുന്ന മിഷനെല്ലാം വെച്ചിട്ട് അവരതിൽ കാണിക്കും ഓരോ ആളുടെ ചിന്ത. ഓരോന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കേട്ടിട്ട് ആ പ്രതികരണങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ തലച്ചോറിലുള്ള ചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങളുടെ തലയിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കണ്ടെത്തി തരും. നമ്മൾ ഈ ചുറ്റുവട്ടമുള്ളതിന് എല്ലാം നെഗറ്റീവായിട്ടല്ലേ കാണുന്നത്. വഴിയിലൂടെ ആരെങ്കിലും ഒരാൾ നടന്നു പോകുന്നു, ആ മനുഷ്യന് 99% നന്മയുണ്ട് എല്ലാവരുടെ ഉള്ളിൽ. പക്ഷെ 1% തിന്മയുണ്ടാവും. കാരണം നമ്മൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ ഭക്ഷണവും കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മൃഗതൃഷ്ണയുണ്ടാകും. അതിന്റെ ഭാഗമായി നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ വാർത്തമാനം പറയുമ്പോൾ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാകും. അതിന്റെ പേരിൽ അതാരാ പോകുന്നു? നാരായണൻ. അതേതാ മുതലെന്നറിയോ? മഹാവൃത്തിയോട്ടോന ഓന്റെ കുറ്റെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ വരുന്നു. ഗോവിന്ദൻ അതിലും മോശ. മജീദ് പോന്നു, സെബാസ്റ്റ്യൻ പോന്നു, എല്ലാരും മോശ. പഞ്ചായത്ത് മെമ്പർ മഹാപോരം പോക്ക അല്ലേ? MLA തീരെ അബദ്ധം. മന്ത്രിമാർ ഒന്നിനും കൊള്ളൂല. മുഖ്യമന്ത്രി മഹാവഷളൻ, പ്രധാനമന്ത്രി ഭീകരൻ. ലോകത്തിൽ സകല ആള് മോശം. ഒരാളേ ഉള്ളൂ ലോകത്ത്. ആരാര് നല്ലത്? ഞാൻ മാത്രം. ഈ ഒരു ഈഗോവും കൊണ്ട് നടക്കുക, അതാണ് അഹം. മോഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം
നരേന്ദ്രോഹം ആഢ്യോഹമെന്ന മ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം. എത്ര പ്രഗത്ഭരായാലും ജന്തുക്കൾ പണ്ട് മൃഗങ്ങൾ പിടിച്ചു തിന്നാല് ബ്രാഹ്മണനെ തിന്ന കാട്ടം സ്വർണത്തിന്റെ ആവോ? ഇല്ല. മണ്ണിന് കീഴെ വെച്ചാൽ MLA ബോഡിയാ, അത് തിന്നണ്ടെന്ന് ഏതെങ്കിലും പുഴു തീരുമാനിക്കുവോ? ഇല്ല, കൃമികളായി പോവും. തീയിൽ വെച്ചാൽ കത്താതിരിക്കുവോ? കത്തിപ്പോകും. ഈ അഹംബോധത്തിൽ നിന്ന് മാറി അഹം ബ്രഹ്മം തത്വമസി. അഹം എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കല്ല, ഇതം ന മമ, ഇതൊന്നും എൻ്റെ അല്ല, ഇതൊന്നും എന്റേതല്ല. ഞാനിപ്പം നിങ്ങളോട് പറയുന്ന എന്റെ ശബ്ദം എത്രയാള് ചേർന്നിട്ടുണ്ടാക്കിയ ശബ്ദമാണ് അല്ലേ? ഈ ശബ്ദോർജം കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ്. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ്. ആ സൗരോർജത്തെ അവിടുത്തെ തൊഴിലാളികളും കർഷകരും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ തൊഴിലാളികൾ അത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഹൈദരാബാദ് നിന്ന് ഗുഡ്സ് ട്രെയിനിൽ കയറ്റി സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൊട്ടിയൂര്, മാനന്തവാടി റൂട്ടില് ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന കൂത്തുപറമ്പിന്റെ അപ്പുറത്തെ ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ വാസു എന്ന് പറയുന്ന ഒരാളുടെ റേഷൻ പീടിയെ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 3 ദോശ പൊതിഞ്ഞിട്ട് ഞാൻ രാവിലെ 4:30 വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എനിക്ക് തന്നിരുന്നു. അത് ഞാൻ വരുന്ന വഴിയിൽ ഷൊർണൂർ എത്തിയപ്പോൾ കഴിച്ചിരുന്നു. ആ കഴിച്ചതിന്റെ ഊർജമാണ് എന്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഒച്ച. ഈ പണിയെടുത്തവരും വണ്ടി കയറ്റിയവരും വണ്ടി ഓടിച്ചവരും എല്ലാം എന്റെ കുടുംബക്കാരാ, എന്റെ ജാതിക്കാരാ, എന്റെ മതക്കാരാ. ഇത്രയും ആളുകളുമായിട്ട് ഞാൻ ലാസാകൂയില്ലേ, ഊസാകയില്ലേ? അപ്പൊ അഹം ബ്രഹ്മം ഇതെല്ലാം ചേരുന്നതാ. ജൂലൈ മാസത്തെ സ്നേഹത്തോടെ വരവേൽക്കാം. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ.